പറവകൾ പോലെ ഉയരുക ഒരു നവകാലവുമായി അമ്മ പകർന്ന ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എന്ന വലിയ സ്ഥാപനം ആലപ്പുഴയിൽ കൊണ്ടുവരുമോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ആ സ്ഥാപനത്തെക്കുറിച്ച് ആലപ്പുഴക്കാർക്കിടയിൽ ഒരു അവബോധമുണ്ടാക്കുക, അതുവഴി എയിംസിനെ ആലപ്പുഴയിൽ എത്തിക്കുക. ഇതാണ് ജനകീയ പ്രവർത്തന സമിതി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന്. അതിൻ്റെ ഭാഗമായാണ് കുഞ്ഞുങ്ങളിലേക്ക് ഈ ആശയം എത്തിക്കുന്നതിൻ്റെ ഭാഗമായി അവരെ നേരിട്ട് കാണുകയും ഈ ആശയം അവരോട് സംവദിക്കുകയും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിക്ക് കത്തെഴുതാൻ അവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന പരിപാടിയിലേക്ക് ഞങ്ങൾ കടന്നത്. ആലപ്പുഴയിൽ തന്നെ പ്രശസ്തമായ ജ്യോതിനികേതൻ സ്കൂളിലേക്കാണ് ഞങ്ങൾ എത്തിയത്. കുട്ടികളെയും മാതാപിതാക്കളെയും അധ്യാപകരെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഞങ്ങളവിടെ ക്രമീകരിച്ചത്. വലിയൊരു സ്വപ്നത്തിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അതിനുവേണ്ടിയാണ് നിങ്ങളുടെ ഈ സമയം ക്ലാസ്സിൽ ഇരുത്താതെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളൊരു ശ്രമം നടത്തുകയാണ്. നമുക്ക് ആഗ്രഹമുണ്ട്, ഞങ്ങൾക്കൊരു എയിംസ് വേണം, ഇതുപോലത്തെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നമുക്ക് വേണം. നിങ്ങൾ പഠിക്കുമ്പോൾ, ഞങ്ങൾ പഠിച്ച് വലുതാകുമ്പോൾ ഞങ്ങൾക്കൊരു എൻട്രൻസ് എഴുതി ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു മെഡിക്കൽ വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ പഠിക്കാൻ ഞങ്ങൾക്കൊരു അവസരം വേണം എന്ന ആഗ്രഹം നിങ്ങളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. കുട്ടികൾക്കിടയിലേക്ക് എയിംസിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അത് വന്നാൽ ആലപ്പുഴയ്ക്കുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചൊക്കെ എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടി. അതുമാത്രമല്ല കേട്ടോ, ചില പാട്ടും കഥകളും ഒക്കെയായി കുട്ടികളെ ചേർത്ത് നിർത്തി അവരുടെ നല്ല ഭാവിയിലേക്ക് എന്തെങ്കിലും കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. എത്ര മക്കളുണ്ട് മക്കളെ? അപ്പൻ ഉമ്മ കൊടുക്കുന്ന മക്കൾ എത്ര പേരുണ്ട്? സാധിക്കേ, അമ്മയ്ക്ക് ഉമ്മ കൊടുത്തിട്ട് വരുന്ന മക്കളൊന്ന് കൈവക്കിക്കേ. നമ്പർ ഇൻക്രീസ്ഡ്. ജനകീയ പ്രവർത്തന സമിതിയുടെ ചെയർമാൻ മനോജ് കുമാർ അധ്യക്ഷനായ ചടങ്ങിൽ കൺവീനർ മുജീബ് റഹ്മാനും ചീഫ് കോർഡിനേറ്റർ അഗസ്റ്റിൻ ലാസറും ഷാഹിദ പുറക്കാടും ബെൻസിമോൻ തുരുത്തുമാലിലും ഒക്കെ പങ്കെടുത്തു. വളരെ ഹൃദ്യമായൊരു സ്വീകരണമാണ് ഞങ്ങൾക്ക് പുന്നപ്രയിലെ ജ്യോതിനികേതൻ സ്കൂളിൽ നൽകിയത്. ആ സ്കൂളിൻ്റെ എല്ലാമായിട്ടുള്ള വൈസ് പ്രിൻസിപ്പൽ മായ ടീച്ചറാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുത്തതും ഞങ്ങളെയൊക്കെ കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചതും പരിചയപ്പെടുത്തിയതും. അതോടൊപ്പം തന്നെ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ബെൻസൺ പെരുമ്പള്ളിയുടെ സഹകരണം ഏറ്റവും ഹൃദ്യമായിരുന്നു. അദ്ദേഹമാണ് ആ ചടങ്ങിന് വളരെ ഹൃദ്യമായ രീതിയിൽ നല്ല ഭാഷയിൽ നന്ദിയും രേഖപ്പെടുത്തിയത്. പുന്നപ്ര ജ്യോതിനികേതൻ സ്കൂളിലെ കുട്ടികൾ പ്രധാനമന്ത്രിക്ക് കത്തെഴുതുകയാണ്. തങ്ങളുടെ നാട്ടിൽ എയിംസ് വേണമെന്ന് ആവശ്യപ്പെട്ട് അവരുടെ ഉദ്യമത്തിനും അവരുടെ പ്രോത്സാഹനത്തിനും അവരുടെ സഹകരണത്തിനും നന്ദി അറിയിപ്പിച്ചുകൊണ്ടാണ് നമ്മളോട് ഒന്ന് മടങ്ങുന്നത്. ഈ സ്കൂളിൽ തന്നെ പഠിച്ച മനുബാബുവിനൊപ്പം ഐപ്പു വള്ളിക്കാടൻ. നമസ്കാരം.